ആപ്കി അദാലത്തിൽ കോൺഗ്രസ് ലീഡർ സച്ചിൻ പൈലറ്റിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമാണെന്ന് പറയുന്നു. സച്ചിൻ പൈലറ്റ് അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി തോറ്റുപോയത് നിങ്ങളുടെ ലീഡർ പറയുന്നു. നിങ്ങൾ അശോക് ഗെഹ്ലോട്ടിനോടൊപ്പം വഴക്കുണ്ടാക്കാതിരുന്നിരുന്നേൽ രണ്ടുപേരും ചേർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ സ്ഥിതി വരില്ലായിരുന്നു എന്ന്. നോക്കൂ, ഞങ്ങൾ 3 സ്റ്റേറ്റിലെ ഇലക്ഷനിലും തോറ്റുപോയി. അതിൽ വല്ലാത്ത വിഷമമുണ്ട്. തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു. അതായത് MP-യിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും. രാജസ്ഥാനിൽ 2023-ൽ അവിടെ 200 സീറ്റുകളുണ്ട്. ഇത്തവണ ഞങ്ങൾ ഏകദേശം 70 സീറ്റുകളിൽ വിജയിച്ചു. നിങ്ങളും അപ്പോൾ എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ കാരണമാണ് അവിടെ പ്രശ്നമെന്ന് എൻ്റെ മേൽ പഴിചാരി. അതായത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നെന്ന്. ഒരു നിമിഷ നേരത്തേക്ക് നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം. സോ 2023-യെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 2013-ൽ 200 സീറ്റിൽ ഒരാൾ മാത്രമാണ് ജയിച്ചത്. അന്ന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അതിനു മുൻപ് 50 സീറ്റ് നേടി. അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത് വളരെ ഈസിയാണ്. ഇലക്ഷനിൽ ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്തു പറയുമായിരുന്നു? അപ്പോൾ അഭിനന്ദിക്കില്ല, നിങ്ങൾ കാരണമാണ് വിജയിച്ചതെന്ന് അഭിനന്ദിക്കില്ല. സോ ഇതെല്ലാം, ഈ കാര്യങ്ങളെല്ലാം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഇലക്ഷനിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു. പിന്നെ 30 വർഷമായി 5 വർഷം BJP, 5 വർഷം കോൺഗ്രസ്. അതുകൊണ്ട് ഈ പാർട്ടിയെ പരാജയപ്പെടുത്തണമെങ്കിൽ കഠിനാധ്വാനം വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾക്കുള്ളിലും ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അത് സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങളത് ഇരുന്ന് സംസാരിച്ചു. ഗാർഗെ സാർ, രാഹുൽ സാർ, ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അടുത്ത ഇലക്ഷനിൽ നമുക്ക് വിജയിക്കണം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അത് അല്പം പോലും കുറഞ്ഞില്ല. ഞങ്ങൾക്ക് 40% വോട്ടുണ്ട്. BJP-യെക്കാളും 1.5% മാത്രമേ കുറവുള്ളൂ. അതത്ര വലിയ പരാജയമായിരുന്നില്ല. ഞങ്ങൾ ആത്മവിശ്വാസം കൈവിട്ടില്ല. ജയപരാജയങ്ങൾ സാധാരണയാണ്. ഞങ്ങൾക്ക് 70 സീറ്റ് കിട്ടി. മറ്റൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. ഇലക്ഷൻ കഴിഞ്ഞയുടനെ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 3 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ ഒരു ബൈ ഇലക്ഷൻ നടന്നിരുന്നു, അറിയാമല്ലോ. ആ ഇലക്ഷനിൽ BJP-ക്ക് വേണ്ടി മത്സരിച്ച വ്യക്തിയെ നേരത്തെ തന്നെ BJP മന്ത്രിയാക്കി. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ 12,000 വോട്ടുകൾക്ക് കോൺഗ്രസ് ജയിച്ചു. അതായത് പബ്ലിക് 3 ആഴ്ച കൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തി. എന്ത് ചെയ്യാനാണ്? ആ വ്യക്തി MLA പോലും ആയില്ല, അതിനു മുമ്പേ മന്ത്രിയാക്കി. എന്നിട്ട് ഇലക്ഷനിൽ തോറ്റുപോയി. ഞങ്ങളവിടെ ക്യാമ്പയിൻ നടത്തി, എല്ലാ ലീഡേഴ്സും അങ്ങോട്ട് പോയിരുന്നു. മറ്റൊരു കാര്യവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എപ്പോൾ അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ലോക്സഭാ ഇലക്ഷനിൽ തോറ്റുപോയോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെ തോറ്റു എന്ന് സച്ചിനോട് ചോദിക്കണമെന്ന്. അതായത് അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ടായിരുന്നു, അദ്ദേഹവും ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നു. നന്നായി പ്രവർത്തിച്ചതാണ്. അന്ന് നിർഭാഗ്യവശാൽ എല്ലാ സീറ്റുകളിലും ഞങ്ങൾ പരാജയപ്പെട്ടു. അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, അവരാണ് ശരിക്കും എന്നെ കുറ്റപ്പെടുത്തിയത്. അതുകൊണ്ട് അവരോട് ഞാൻ ഉത്തരം പറയാം, നിങ്ങളോട് പറയില്ല. നിങ്ങളുടെ ചോദ്യത്തിന് മാത്രം മറുപടി പറയാം. അതായത് വിജയവും തോൽവിയൊക്കെ സർവ്വസാധാരണയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അത് ശരിക്കും എനിക്ക് വലിയ ഷോക്കായിപ്പോയി. അത് അദ്ദേഹത്തിന്റെ സീറ്റായിരുന്നു. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ തോന്നിയിരിക്കാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സച്ചിൻ പൈലറ്റ് പാർട്ടിക്ക് ദ്രോഹം ചെയ്തിട്ട് അമിത്ഷായുടെ മടിയിൽ പോയി ഇരിക്കുകയാണെന്ന്. നന്നായിട്ടുണ്ട്. ഇത് ശരിക്കും അദ്ദേഹം പറഞ്ഞതല്ല. എന്റെ ശത്രുക്കളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത്. തന്നെയുമല്ല, സീസൺ അങ്ങനെയാണ്. ഒരുപാട് പേർ കോൺഗ്രസിൽ നിന്നും BJP-യിൽ പോയി ചേരുന്നു. അതുപോലെ പോകുന്ന പോക്കിൽ എന്നെ കുറ്റം പറയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 23 വർഷങ്ങളായി എന്റെ പാർട്ടി എന്തു പറയുന്നോ അത് ഞാൻ ചെയ്തു വരികയാണ്. രാജസ്ഥാനിൽ BJP-ക്ക് അടി പതറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാണ്. ഞാൻ അവിടെ അന്ന് ലീഡറായിരുന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 21 സീറ്റിൽ വിജയിച്ചു. 200 സീറ്റിൽ. ആ 21-നെ 100 സീറ്റാക്കി കാണിച്ചു. പിന്നീട് 5 വർഷം കഴിഞ്ഞ് ജനങ്ങൾ പറഞ്ഞു. പിന്നെ മുഹമ്മദ് വന്നു, മോദി PM ആയി സ്ഥാനമേറ്റു, സുന്ദർജി മുഖ്യമന്ത്രിയായി. കോൺഗ്രസ് തലയുയർത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ 5 വർഷം ഞങ്ങൾ BJP ഗവൺമെന്റിനെതിരെ പോരാട്ടങ്ങൾ നടത്തി, ജാഥകൾ നടത്തി, ജയിലിൽ പോയി, അടികൊണ്ടു, രക്തം ചിന്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. പാർട്ടിയെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള പ്രാപ്തിയുണ്ട്. എപ്പോഴും പാർട്ടിയാണ് ഗവൺമെന്റ് രൂപീകരിക്കുക. പാർട്ടി ഒരിക്കലും ഗവൺമെന്റ് ഉണ്ടാക്കില്ല. എല്ലാവർക്കും കുറ്റപ്പെടുത്താം. നിങ്ങളും ഒരുപാട് കുറ്റം ചുമത്തുന്നുണ്ടല്ലോ. അത് ശരിയോ തെറ്റോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. നടത്തുന്നത് പാർട്ടിയുടെ ലീഡർ ആണെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ CM അല്ലേ പറയുന്നത്. അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, സച്ചിൻ പൈലറ്റ് പിന്നെ അമിത്ഷാ ഷെഖാവത്ത് സാറിനോടൊപ്പം ചേർന്ന്
MLA-മാരെ റിസോർട്ടിൽ ഒളിച്ചു വെച്ചിരുന്നെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ കുറ്റങ്ങളൊന്നും ഇന്നോ ഇന്നലെയോ ചുമത്താൻ തുടങ്ങിയതല്ല, കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ പക്ഷേ സത്യം 18 എന്തെന്നാൽ മിനിസ്റ്റേഴ്സ് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോയില്ലേ? ഞാൻ കൂട്ടിക്കൊണ്ടുപോയതല്ല. ഞങ്ങൾ ഒരു ലക്ഷ്യത്തോടെയാണ് ഡൽഹിയിലേക്ക് വന്നത്, ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി. ഞങ്ങൾ പറഞ്ഞത് പാർട്ടിയും അംഗീകരിച്ചു. പാർട്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന് അംഗീകാരം തരികയായിരുന്നു. അതിൽ ആക്ഷൻ എടുത്തു. അതുപോലെ നിങ്ങൾ ആരെക്കുറിച്ച് പറയുന്നു അദ്ദേഹത്തെ ഞങ്ങൾ മന്ത്രിയാക്കി. ഇതൊക്കെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. പിന്നീട് ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പദവി ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴേ പദവിയിലെത്താമായിരുന്നു. പക്ഷേ ചില ഇഷ്യൂസ് കാരണം ഞാനൊരു സ്റ്റാൻഡ് എടുത്തു. ഇന്നും ഞാനതിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ഞങ്ങളുടെ ഗവൺമെന്റ് ആയിരുന്നു. ചില ഇഷ്യൂസ് അന്നുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ചില ആക്ഷൻസും എടുക്കേണ്ടതായിരുന്നു. യങ്സ്റ്റേഴ്സ് ഇഷ്യൂസ്, പേപ്പർ ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്. തന്നെയുമല്ല, ഞങ്ങളുടെ ഗവൺമെന്റ് പാർട്ടി പ്രവർത്തകർക്ക് അവർ കൂടുതൽ എനർജി കൊടുത്തിരുന്നെങ്കിൽ, കൂടുതൽ അവരിലേക്ക് അടുത്തിരുന്നെങ്കിൽ ഇനിയും നല്ല റിസൾട്ട് കിട്ടുമായിരുന്നു. സച്ചിൻ സാർ, താങ്കൾ ഒരു കാര്യം മറന്നുപോയി. CM പറയുന്നു താങ്കൾ ഒരു അയോഗ്യനാണെന്ന്, പറ്റിക്കുന്നവനാണെന്ന്. സച്ചിൻ പൈലറ്റിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വാ തുറന്ന് ഇതുവരെ അദ്ദേഹത്തിനെതിരായി ഇതുപോലെയുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം അതൊന്നും നല്ലതല്ല. അദ്ദേഹം എന്ത് ചെയ്തു, എന്തൊക്കെയാണ് പറഞ്ഞത്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ. ഒരു കാര്യം പറയാം, ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. നേരം പുലർന്ന ഉടനെ ഇന്നലത്തേതെല്ലാം മറന്ന് നമ്മൾ പുതിയ കാര്യത്തിലേക്ക് കടക്കണം. പഴയ കാര്യങ്ങൾ എങ്ങനെ വിടാൻ പറ്റും? അദ്ദേഹം പറയുന്നു വസുന്ധര രാജയാണ് എന്റെ ഗവൺമെന്റിനെ സംരക്ഷിച്ചതെന്ന്. പക്ഷെ താങ്കൾ എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ ലീഡർ സോണിയയാണ് വസുന്ധരയെന്ന്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. അന്ന് ഞാനും സംസാരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു, ഞാനും ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി. വരാനിരിക്കുന്നത് ഇലക്ഷനാണ്. ഈ കാര്യങ്ങൾക്ക് നമ്മൾ വിട്ടുകളയണം. കാരണം ഇത് തുടങ്ങി വെച്ചത് ഞാനാണ്. ഞാനൊരു യാത്ര നടത്തിയിരുന്നു. ഞാനൊരു പദയാത്ര നടത്തിയിരുന്നു. ജനങ്ങളെ ഞാൻ നേരിൽ കണ്ടു. പറ്റിയ സമയം വരുമ്പോൾ കറക്ഷൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനിടയിൽ നമ്മൾ കോൺഫിഡൻസ് വളർത്തിയെടുക്കണം. അതായത് അവരുടെ ഉള്ളിലെ സിസ്റ്റം കൊളാപ്സ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് ഭരണം നടത്തുന്നത്? അതുകൊണ്ടാണ് ഒരു കറക്ഷൻ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ആ ഇഷ്യൂ ഏറ്റെടുത്തത്. പക്ഷേ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കണം. കാരണം ഇലക്ഷൻ അടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇഷ്യൂസിന് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇലക്ഷനിൽ ജയിക്കണം. ആദ്യം ഇലക്ഷനിൽ ജയിച്ചിട്ട് വരാം, എന്നിട്ട് അതൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് എല്ലാം മറന്ന് ഒരുമിച്ച് നിന്ന് മത്സരിച്ചത്. ഞങ്ങൾ 70 സീറ്റിൽ വിജയിച്ചു കാണിച്ചു. വെറും 21 മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങളുടെ അധ്വാനമാണ് ഇതിന് കാരണം. പക്ഷേ ഈ സീറ്റിൽ സച്ചിൻ പൈലറ്റും ജയിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ CM പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഒരു ദേശദ്രോഹിയാണെന്ന്. താങ്കൾക്കെതിരായിട്ട് ഒരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കോടതിയിലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കണം, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കണം, അദ്ദേഹം ഉത്തരം പറയുകയും ചെയ്യും. പക്ഷേ എന്നെ ദേശദ്രോഹി എന്ന് മുദ്രകുത്തി എന്റെ പേരിൽ കൊടുത്ത കേസ്, അതൊക്കെ ഒരു ഭാഗത്തിരിക്കട്ടെ. അതിന് എന്തെങ്കിലുമൊക്കെ കാരണം വേണ്ടേ? വെറുതെ ആരും ഒന്നും ചെയ്യില്ലല്ലോ. എന്തോ അവിടെ പുകഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ പ്രശ്നം വലുതാകേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡൽഹിയിലേക്ക് വന്നത്. അവിടെ വന്ന് ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചു. വലിയ വാഗ്വാദം നടന്നു. നിർഭാഗ്യവശാൽ ML പട്ടേൽ ഇന്ന് നമ്മോടൊപ്പമില്ല. ആ ഇഷ്യൂവിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്ത ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത്. അത് നടക്കുകയും ചെയ്തു. അതോടൊപ്പം താങ്കളുടെ പാർട്ടിയുടെ CM തന്നെ താങ്കളെ സർവേലൻസിൽ വെച്ചിരിക്കുകയായിരുന്നു. താങ്കളുടെ മൂവ്മെന്റ്സ് ട്രാപ്പ് ചെയ്തു, ഫോൺ ട്രാപ്പ് ചെയ്തു. ഞാനും ഇത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ തെളിവുകളൊന്നുമില്ല. പേപ്പറിൽ വായിച്ചിട്ടില്ലേ? OSD ലോകേഷ് ശർമ്മ, അദ്ദേഹത്തിന്റെ റെക്കോർഡ് തന്നെ ഉണ്ടല്ലോ. ചോദ്യം എന്താണ്? നിങ്ങൾ ഇതുവരെ അത് ചോദിച്ചില്ല. താങ്കളുടെ ഫോൺ ട്രാപ്പ് ചെയ്തതും സർവേലൻസ് ചെയ്തതും ഒക്കെ താങ്കൾക്ക് അറിയാമോ? ഇല്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാനിതൊക്കെ ന്യൂസ് പേപ്പറിൽ വായിച്ചറിഞ്ഞതാണ്. ഞാനത് പേപ്പറിൽ വായിച്ചപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നി. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് താങ്കളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ അടുത്ത്, സോണിയാഗാന്ധിയുടെ അടുത്ത്, രാഹുൽ ഗാന്ധിയുടെ അടുത്ത്, പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പേപ്പറിൽ വായിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്. പബ്ലിക്കും താങ്കളെ കുറ്റപ്പെടുത്തിയിരുന്നു. ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി താങ്കൾ ശ്രമിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഭാവനയിൽ വരുന്ന കാര്യങ്ങൾ ഒരാൾ എത്ര തവണ വേണമെങ്കിലും പറയും, എങ്ങനെ വേണമെങ്കിലും പറയും. എല്ലാവരോടും അതിന് പറയുന്നതല്ലേ എല്ലാവരും പ്രധാനമായിട്ടും കേൾക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്നോ ഇന്നലെ നടന്നതല്ല. 5 വർഷമായിട്ട് ഇത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇതിൽ സത്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ചിന്തിച്ചത് ഒരു കാര്യം മാത്രമാണ്. ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് അത് പൊളിഞ്ഞത്. എന്തായിരിക്കും കാരണം? ആ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിൽ ആക്ഷൻ എടുക്കണം. മറ്റുള്ളവരെ വിശ്വസിക്കാതെ പാർട്ടി മെമ്പേഴ്സിനെ വിശ്വസിക്കണം. നമ്മുടെ പ്രവർത്തകരെ വിശ്വസിക്കണം. അവർക്ക് പ്രാധാന്യം കൊടുക്കണം. അവർക്ക് സംരക്ഷണം കൊടുക്കണം. എങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ഇതിന്റെ പേരിലാണ് ഞങ്ങൾ വഴക്കിടുന്നത്. അതായത് എല്ലാവരുടെയും പ്രവർത്തന രീതികളുണ്ടല്ലോ, അത് വ്യത്യസ്തമായിരിക്കും. അതിൽ അഭിപ്രായ വ്യത്യാസം വരാൻ ചാൻസുകൾ കൂടുതലാണ്. പക്ഷേ ഗവൺമെന്റിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു കാര്യം പറയുക, BJPയോടൊപ്പം ചേർന്ന് താങ്കൾ അശോക് ഗെഹ്ലോട്ടിന്റെ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചുവോ? ഇല്ലയോ? ഒരിക്കലുമില്ല.
നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഏത് ഗവൺമെന്റിനെയാണോ തിരിച്ചു കൊണ്ടുവരാനായി പ്രയത്നിച്ചത് അതെങ്ങനെയാണ് ഞാൻ താഴെ ഇറക്കാൻ ശ്രമിക്കുക? ആ ഗവൺമെന്റിനൊപ്പം നിന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ ഞാൻ ശ്രമിക്കൂ. താങ്കൾ CM ആകാൻ ആഗ്രഹിച്ചു, പക്ഷേ അശോക് ഗെഹ്ലോട്ട് താങ്കളെ ടോട്ടലി ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഞാൻ ഡെപ്യൂട്ടി CM ആയിരുന്നു. അതേ ഗവൺമെന്റിൽ തന്നെയാണ് ഞാനും ഉണ്ടായിരുന്നത്, ലീഡറുമായിരുന്നു. ഓ, ആ ഡെപ്യൂട്ടി CM-നെയാണോ അദ്ദേഹം അയോഗ്യൻ എന്ന് വിളിച്ചത്? നോക്കൂ രജത് സാർ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കും. മറ്റുള്ളവർ പറഞ്ഞതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്. അതൊന്നുമല്ല, ആ സമയങ്ങളിൽ താങ്കളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വസുന്ധര രാജയ്ക്കെതിരായി എൻക്വയറി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ CM അനുവദിക്കുന്നില്ല. അത് പിന്നെ അവരുടെ ഭരണസമയത്ത് നടന്ന അഴിമതിയെക്കുറിച്ചാണ് ഞാൻ അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. ഇത് മാനിഫെസ്റ്റോയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനിത് സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്, എൻക്വയറി നടക്കണമെന്ന്. പക്ഷേ എത്ര വേഗത്തിൽ ആ എൻക്വയറി നടക്കണമായിരുന്നു, അന്ന് അത് നടന്നില്ല. താങ്കൾ ഈ പേപ്പർ ലീഗ് പ്രശ്നം കൂടി വലുതാക്കിയില്ലേ? നോക്കൂ, ഞാൻ യങ്സ്റ്റേഴ്സിന് വേണ്ടി ശബ്ദം ഉയർത്തിയില്ല എങ്കിൽ, അതുപോലെ തെറ്റുകൾ കാണുമ്പോൾ ഞാനത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റല്ലേ? അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ താങ്കൾ പറഞ്ഞത് കേട്ടില്ല. എൻക്വയറി നടന്നിരുന്നു, പക്ഷേ എലക്ഷൻ അടുത്തതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ താങ്കളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാ, നിങ്ങൾ ആ കോപ്പി ലീക്കിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങളും ചോദ്യങ്ങളും ചോദിച്ചു എന്ന് കേട്ടു. അതിനപ്പുറം അതിലൊന്നും നടന്നിട്ടില്ല. അതിനാൽ ചെറുപ്പക്കാരായവർക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താ അല്ല, പറയുന്നത്? എൻക്വയറി നടന്നിരുന്നു. അതിന്റെ പേരിൽ ഒരു പ്രത്യേക എൻക്വയറി നടന്നിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരുന്നു അന്വേഷണം നടത്തിയത്. ചിലരെയൊക്കെ അറസ്റ്റും ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നാൽ, ചെറിയ ചെറിയ ദല്ലാളന്മാരുണ്ടല്ലോ, അവരെ പിടിക്കുന്നതിന് പകരമായി അവരെ നിയന്ത്രിക്കുന്നില്ലേ? അതിപ്പോ എങ്ങനെയാണ് പറയുക? ശരിക്കും ഇതിന്റെ മാസ്റ്റർ മൈൻഡ് അധികാരികളായിരിക്കാം, ചിലപ്പോൾ മറ്റു പലരുമായിരിക്കാം. അവരെ വിളിച്ച് അന്വേഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു പുതിയ ഗവൺമെന്റ് വന്നിട്ടില്ലേ, അവരോട് താങ്കൾ ചോദിക്കുമോ, നിങ്ങൾ ഓപ്പോസിഷനിലുണ്ട്, പേപ്പർലി എൻക്വയറി നടക്കണമെന്ന്? അതായത് ഇപ്പോഴും തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേരോടെ പിഴുതെറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തന്നെയുമല്ല, സ്റ്റുഡൻസിനും ഒരു വിശ്വാസം ഉണ്ടാവണം. എക്സാം പേപ്പേഴ്സ് ഒരിക്കലും ലീക്ക് ആവാൻ പാടില്ല. അതായത് സ്റ്റുഡൻസിനിടയിൽ ഒരു തെറ്റായ ധാരണ പരക്കുന്നുണ്ട്. അവർക്ക് ന്യായം കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അവർ ആകെ കുഴപ്പത്തിലായതുകൊണ്ട് അവരെ നമ്മൾ വേണം സഹായിക്കാൻ. ഇപ്പോൾ ഇവിടെ പുതിയ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. അവർ ഈ കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയി അന്വേഷിക്കണം. പക്ഷേ പകരം വീട്ടാനായി ഇത് ഉപയോഗിക്കരുത്. എപ്പോഴും കോൺഗ്രസിന് മാത്രം എങ്ങനെയുണ്ടെന്നറിയാവോ? അശോക് ഗെഹ്ലോട്ട് ചില ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി തീവ്രമായി പരിശ്രമിക്കുന്നുണ്ടെന്ന്. പക്ഷെ താങ്കളോ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, എനിക്ക് വ്യക്തിപരമായി ആരോടും ഒരു ശത്രുതയുമില്ല. എൻക്വയറി നടന്നിരുന്നു, ചിലരെയൊക്കെ പിടിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ബിഗ് ഫിഷിനെയാണ് ആദ്യം നമ്മൾ പിടിക്കേണ്ടത്. നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. താങ്കൾ പറ്റിക്കുന്നതായുള്ള കുറ്റങ്ങളും ആരോപിച്ചു. പക്ഷേ താങ്കളുടെ മാറ്റർ സെറ്റിലായ ഉടനെ പാർട്ടി ഹൈക്കമാൻഡ് അശോക് ഗെഹ്ലോട്ടിനെ ഡൽഹിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു, അവിടെ സ്ഥാനമാനങ്ങൾ നൽകാൻ. ഖാർഗെ പോയിരുന്നു, മാക്കൻ പോയിരുന്നു, പക്ഷേ MLA-മാരെ കാണാൻ പോലും സാധിച്ചില്ല. അപ്പോൾ താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ MLA-മാരുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു, എന്നാൽ അംഗങ്ങൾ പങ്കെടുത്തില്ല. അതിൻ്റെ പേരിൽ അശോക് ഗെഹ്ലോട്ട് തന്നെ ക്ഷമ ചോദിച്ചിരുന്നു സോണിയ മാഡത്തോട്. മീറ്റിംഗ് തന്നെ നടന്നില്ല. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സോ ഇതിന്റെ പേരിൽ അദ്ദേഹം മാപ്പ് ചോദിച്ചു, അതും പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് തന്നെ. തന്നെയുമല്ല, അന്ന് ആ സമയത്ത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും മാഡത്തോട് വിശദീകരിച്ച് പറയുകയും ചെയ്തു. അന്ന് വിഷമമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ മീറ്റിംഗ് നടന്നില്ല എന്നതാണ്. ആ സമയത്ത് താങ്കളുടെ സപ്പോർട്ടിംഗ് MLA-മാരുണ്ടായിരുന്നില്ലേ, അവരും പോയിട്ടില്ല. നോക്കൂ, ഇതിൽ എന്റേത് നിന്റേതെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മീറ്റിംഗ് ആണ്. എല്ലാവരും ആ സമയത്ത് പങ്കെടുത്തിരിക്കണം. ചില ലീഡേഴ്സിന് ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് അന്ന് നടന്നില്ല. അതുകൊണ്ട് ഇരുവിഭാഗവും നേരെ പുറപ്പെട്ടു വന്നു. അതിന്റെ റിപ്പോർട്ട്സ് കൊടുത്ത് വീണ്ടും ഡൽഹിയിലേക്ക് ചർച്ച ചെയ്യാനായി വന്നിരുന്നു. അദ്ദേഹം തന്റെ സ്റ്റേറ്റ്മെന്റ് സോണിയ മാഡത്തിന്റെ കയ്യിൽ കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഖാർഗെ സാറിന്റെ കയ്യിൽ. അന്ന് സോണിയ മാഡമായിരുന്നു പ്രസിഡന്റ്. ആ മീറ്റിംഗ് നടക്കാതിരുന്നതാണ് തെറ്റായിപ്പോയത്. മീറ്റിംഗ് നടന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായേനെ. പക്ഷേ മീറ്റിംഗ് നടന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ അശോക് ഗെഹ്ലോട്ടിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ആ മീറ്റിംഗ് നടക്കുന്നതിന് മുൻപ് സച്ചിൻ പൈലറ്റിനെയാണ് മുഖ്യമന്ത്രിയാക്കണമെന്ന് എല്ലാവരും പറഞ്ഞതായി പറയുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡും ഇതാണ് ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഏത് വ്യക്തി പല MLA-മാരെ റിസോർട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചോ ആ വ്യക്തി തന്നെ എങ്ങനെ CM ആയിട്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അല്ല, അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. മീറ്റിംഗ് നടന്നിരുന്നെങ്കിൽ എല്ലാ സത്യങ്ങളും പുറത്തു വരുമായിരുന്നു. നിർഭാഗ്യവശാൽ മീറ്റിംഗ് നടന്നില്ല. നടന്നിരുന്നേ എന്ത് സംഭവിച്ചു? രണ്ട് ഗ്രൂപ്പായി ഒരിക്കലും പിരിയില്ലായിരുന്നു. മീറ്റിംഗ് നടന്നില്ലല്ലോ, അതുകൊണ്ടാണ്.
മീറ്റിംഗ് നടക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനും അന്ന് അവിടെ പക്ഷെ ഉണ്ടായിരുന്നു. ആശ്ചര്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാ CM ആണ് MLA-മാരുടെ മീറ്റിംഗ് അനുവദിക്കാതിരുന്നത്. പിന്നീട് അദ്ദേഹം ക്ഷമ ചോദിച്ചു. പക്ഷെ അതിനുശേഷവും അദ്ദേഹം തന്നെയാണ് CM ആയിട്ട് തുടർന്നത്. അത് പാർട്ടി പറഞ്ഞതാണ്. പാർട്ടി തീരുമാനിച്ചു കാണും. എടുത്ത തീരുമാനവുമായി മുന്നോട്ട് തന്നെ പോകാം, അതിലൊരു മാറ്റം വേണ്ട. സോ പാർട്ടി എടുത്ത തീരുമാനം ഞങ്ങളും അംഗീകരിച്ചു. താങ്കൾ ഈ കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ഒക്കെ സംസാരിച്ചിരുന്നു. ഇനിയും എത്ര തവണ ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കും? ഇത് നടന്നിട്ട് 2 വർഷം കഴിഞ്ഞു, ഇപ്പോഴും അതേ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. അന്ന് മീറ്റിംഗ് നടക്കണമായിരുന്നു, നടക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മാപ്പും ചോദിച്ചു. അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നു, ഇലക്ഷനും അടുത്തെത്തി. ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കുകയാണെന്ന് കരുതണ്ട. ഈ ചോദ്യത്തിന് താങ്കൾ ഒരിക്കലും നേരിട്ട് ഉത്തരം നൽകിയിട്ടില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. ശരി, താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. ഇതിൽ കൂടുതൽ ചോദിക്കില്ല. ഇനി ചോദിക്കാൻ എന്താ ഉള്ളത്?